ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമാന്തര ശ്രേണി എന്താണ് എന്നുള്ളതായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം എന്തായിരുന്നു ആ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഖ്യാശ്രേണി നമ്പർ സീക്വൻസസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സംഖ്യാശ്രേണി എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ചിട്ട് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിന് ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അതുപോലെ എണ്ണൽ സംഖ്യകളുടെ പകുതി. അപ്പം ഇതൊക്കെ എന്തായിരുന്നു? സംഖ്യാശ്രേണിയുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളതായിരുന്നു. അപ്പം സമാന്തര ശ്രേണി എന്തായിരുന്നു? ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണി അഥവാ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇരട്ട സംഖ്യകൾ അതിനൊരു എക്സാമ്പിളാണ്. 2, 4, 6, 8 എന്ന് തുടർന്ന് പോകുന്ന ഇരട്ട സംഖ്യകൾ. അതുപോലെ ഒറ്റ സംഖ്യകൾ, പിന്നെ എണ്ണൽ സംഖ്യകളുടെ പകുതി. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി പോർഷനിലോട്ട് കിടക്കാം. ഇനി പറയാൻ പോകുന്നത് പദങ്ങൾ അല്ലെങ്കിൽ ടേംസ് എന്നുള്ളതാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളെ നമ്മളെന്ത് പറയുന്നു? പദങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളെ പൊതുവെ സമാന്തര ശ്രേണിയുടെ പദങ്ങൾ എന്നാണ് പറയുന്നത്, അഥവാ ടേംസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു ശ്രേണി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താണ്? ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് തന്നിട്ടുള്ളത്? എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പം ഈ ഒരു ശ്രേണി നോക്കുക. ഇതിനകത്ത് ഓരോ സംഖ്യകൾ 2, 4, 6, 8 എന്ന് തുടർന്ന് പോകുന്ന ഓരോ സംഖ്യകളെയും നമ്മൾ എന്ത് പറയും? പദങ്ങൾ എന്ന് പറയും. അപ്പോൾ നോക്കൂ, ഇതിൽ ആദ്യത്തെ പദം ഏതാണ്? അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? 2 അല്ലേ? രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം 4, മൂന്നാമത്തെ പദം തേർഡ് ടേം ഏതാണ്? 6, 6 അല്ലേ? അപ്പം പദങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ശ്രേണി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ രണ്ടാമത്തെ പദം ഏതാണ്? 4 അല്ലേ? രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 അല്ലേ? ഇനി മൂന്നാമത്തെ പദം എത്രയാണ്? 6. 6ൽ നിന്ന് രണ്ടാമത്തെ പദം നമുക്ക് കുറയ്ക്കാം, 4. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 2. ഇനി നാലാമത്തെ പദം 8. 8ൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ പദം കുറയ്ക്കുന്നു, അത് എത്രയാണ്? 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2. അപ്പോൾ നോക്കുക, ഈ ഒരു സമാന്തര ശ്രേണിയിൽ ഏതൊരു പദത്തിൽ നിന്നും തൊട്ടു മുൻപിലുള്ള പദം കുറച്ച് കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയല്ലേ? അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു സമാന്തര ശ്രേണിയിൽ ഏത് പദം നോക്കുക, അതിനകത്ത് നിന്ന് തൊട്ട് മുൻപുള്ള പദം നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2ആണ്. എല്ലാ പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും തൊട്ട് മുൻപുള്ള പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും നമുക്കിവിടെ 2ആണ് കിട്ടുന്നത് അല്ലേ? അപ്പം ഈ 2ആണ്. അപ്പോൾ 2ആണ് എന്താണ്? ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ പൊതുവ്യത്യാസം എന്താണ് എന്നുള്ളത്? അപ്പോൾ എന്താണ് പൊതുവ്യത്യാസം? ഏത് പദത്തിൽ നിന്നും തൊട്ട് മുൻപിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെയാണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊതുവ്യത്യാസം എന്നുള്ളതിനെ പറ്റി ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സമാന്തര ശ്രേണികൾ എടുത്തിട്ട് അതിൻ്റെ പൊതുവ്യത്യാസം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്ത 2 സമാന്തര ശ്രേണി കൂടെ നോക്കാം. ഇപ്പം രണ്ടാമത് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ
ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് അല്ലേ? അപ്പം ഈ ശ്രേണി ശ്രദ്ധിക്കുക. അതിനകത്ത് രണ്ടാമത്തെ പദം എത്രയാണ്? 3 അല്ലേ? രണ്ടാമത്തെ പദത്തിൽ നിന്നും നമുക്ക് ഒന്നാമത്തെ പദം കുറച്ച് നോക്കാം. എത്രയാണ് കിട്ടുന്നത്? 2 അല്ലേ? ഇനി മൂന്നാമത്തെ പദം എത്രയാണ്? 5. 5-ൽ നിന്ന് നമുക്ക് വീണ്ടും രണ്ടാമത്തെ പദം കുറയ്ക്കാം. രണ്ടാമത്തെ പദം 3. അപ്പോൾ എത്രയാണ് ഉത്തരം? 2. വീണ്ടും നാലാമത്തെ പദം കുറയ്ക്കാം. നാലാമത്തെ പദത്തിൽ നിന്നും മൂന്നാമത്തെ പദം 5 കുറയ്ക്കാം. അപ്പോൾ 7 - 5 = 2. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ശ്രേണിയിലും ഏതൊരു പദത്തിൽ നിന്നും തൊട്ട് മുൻപുള്ള പദം നമുക്ക് കുറയ്ക്കുമ്പം കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ് അല്ലേ? 2 അല്ലേ ഇവിടെ ഏതൊരു പദത്തിൽ നിന്നും തൊട്ട് മുൻപുള്ള പദം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്നത് ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയായിരുന്നു. അതൊരു സമാന്തര ശ്രേണിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പം ഏതൊരു പദത്തിൽ നിന്നും നമ്മളതിൻ്റെ തൊട്ട് മുൻപുള്ള പദം എന്ത് ചെയ്യുകയാണ്? കുറച്ചു. അപ്പം ഏതൊരു പദം എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുൻപുള്ള പദം കുറച്ചപ്പോഴും നമുക്ക് എന്താണ്? ഒരേ സംഖ്യ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 എന്ന് പറയുന്നതാണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ശ്രേണി നോക്കാം. അര, 1, 1.5 തുടർന്ന് പോകുന്ന ഈ ഒരു ശ്രേണി നോക്കാം. ഇത് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ പകുതികളുടെ ശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ പദം എത്രയാ? 1 അല്ലേ? 1-ൽ നിന്നും നമുക്കെന്ത് ചെയ്യാം? ഒന്നാമത്തെ പദം കുറയ്ക്കാം. 1/2 = എത്രയാണ്? 1 - 1/2 = 1/2 അല്ലേ? ഇനി മൂന്നാമത്തെ പദം 1.5 1.5 അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുന്നു? രണ്ടാമത്തെ പദം കുറയ്ക്കുന്നു. 1 = ½ അല്ലേ? ഇനി ഈ ഒരു ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതായിരിക്കും? അല്ലെങ്കിൽ അടുത്ത പദം ഏതായിരിക്കും? നാലാമത്തെ പദം എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ പദം 1.5 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? വീണ്ടും 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ഈ ഒരു ശ്രേണിയിൽ ഏതൊരു പദം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പദത്തിൽ നിന്നും തൊട്ട് മുൻപുള്ള പദം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ്. 6 തന്നെയല്ലേ കിട്ടുന്നത്? അപ്പോൾ ഇതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? അര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് നമ്മൾ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. ഏതൊരു പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെയാണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എന്താണ് പൊതുവ്യത്യാസം എന്നുള്ളതിനെ പറ്റിയിട്ട്? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ശ്രേണി നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ശ്രേണി നോക്കൂ. 10, 13, 16, 19 എക്സെട്ര അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്കിത് ഒരു സമാന്തര ശ്രേണിയാണോ എന്നുള്ളത് നോക്കണം. സമാന്തര ശ്രേണിയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? സമാന്തര ശ്രേണിക്ക് പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് പൊതുവ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ പൊതുവ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പദം എടുക്കുന്നു, അതിൻ്റെ തൊട്ട് മുൻപുള്ള പദം കുറയ്ക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ തൊട്ട് മുൻപുള്ള പദങ്ങൾ, തൊട്ടടുത്തുള്ള 2 പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരേ സംഖ്യയാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഒരേ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ പൊതുവ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു സമാന്തര ശ്രേണിയായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇവിടെ രണ്ടാമത്തെ പദം എത്രയാണ്? 13. രണ്ടാമത്തെ പദത്തിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ പദം കുറയ്ക്കുകയാണ്. 10 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3
അല്ലേ? 13 മൈനസ് 10 ഈക്വൽ ടു 3. ഓക്കെ, നോക്കാം. ഇനി അതുപോലെ നമ്മൾ മൂന്നാമത്തെ പദം 16, മൂന്നാമത്തെ പദത്തിൽ നിന്നും രണ്ടാമത്തെ പദമായിട്ടുള്ള 13 നമ്മൾ കുറയ്ക്കുകയാണ്. സോ ആൻസർ ഈസ് 3. അതുപോലെ നാലാമത്തെ പദം 19 മൈനസ് മൂന്നാമത്തെ പദം കുറയ്ക്കുക 16 ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ശ്രേണിയിൽ ഏതൊരു പദം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് ആ പദത്തിൽ നിന്നും തൊട്ട് മുൻപുള്ള പദം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരേ സംഖ്യ തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്? ഇവിടെ 3 അല്ലേ? ഏതൊരു പദം എടുത്ത് അതിന് തൊട്ട് മുൻപുള്ള പദത്തിൽ നിന്ന് പദം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ്. അപ്പോൾ 3 ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ശ്രേണിക്ക് പൊതുവ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഒരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. 10ൽ നിന്ന് 3 കൂട്ടുമ്പോൾ 13, 13ൽ നിന്ന് വീണ്ടും 3 കൂട്ടുമ്പോൾ 16 കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. പക്ഷേ ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കൂടുതൽ ശ്രേണിയിലോട്ട് നോക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ശ്രേണി നോക്കുക. ഈ ശ്രേണി 10ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ സമാന്തര ശ്രേണിയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. പൊതുവ്യത്യാസം ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു ഇപ്പോൾ. അപ്പോൾ അതുവഴി നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 7. ആദ്യ പദം 10. ഓക്കെ, അപ്പോൾ അത് തമ്മിലൊന്ന് കുറയ്ക്കാം. 7 മൈനസ് 10 ഇസ് ഈക്വൽ ടു -3. ക്ലിയർ? ഇനി മൂന്നാമത്തെ പദം ഏതാണ്? 4. അതിൽ നിന്നും രണ്ടാമത്തെ പദം 7 നമ്മൾ കുറയ്ക്കുന്നു. സോ 4 മൈനസ് 7 ഇസ് ഈക്വൽ ടു -3. ക്ലിയർ? ഇനി നാലാമത്തെ പദം 1. 1ൽ നിന്നും മൂന്നാമത്തെ പദം കുറയ്ക്കുന്നു. 1 മൈനസ് 4 ഈക്വൽ ടു അഗെയിൻ -3. ഇനി വേണമെങ്കിൽ തൊട്ടടുത്ത പദം -2, അതും കൂടെ ചെക്ക് ചെയ്യാം. സോ 5th, അതായത് അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് -2. അതിനകത്ത് നിന്ന് നാലാമത്തെ പദം നമ്മൾ കുറയ്ക്കുന്നു. 1. എത്രയാണ്? -3. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സബ്ട്രാക്ഷൻ ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ശ്രേണിയിൽ ഏതൊരു പദം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും തൊട്ട് മുൻപുള്ള പദം കുറയ്ക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ്. -3 തന്നെയല്ലേ കിട്ടുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ശ്രേണിക്ക് പൊതുവ്യത്യാസമുണ്ട്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -3 ആണ്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ശ്രേണി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ശ്രേണി നോക്കാം. 2, 3, 5, 6 ഇങ്ങനെ തുടർന്ന് പോകുന്ന ശ്രേണിയാണ്. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇതേപോലെ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം ഉണ്ടോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പദം, സെക്കൻഡ് ടേം എത്രയാ? 3. 3ൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കുക. 2. എത്രയാ ഉത്തരം? 1 അല്ലേ? ഇനി മൂന്നാമത്തെ പദം 5. 5ൽ നിന്നും രണ്ടാമത്തെ പദം 3 കുറയ്ക്കുമ്പോൾ ആൻസർ ഈസ് 2. ഇനി നാലാമത്തെ പദം എടുക്കാം. 6ൽ നിന്നും 5 കുറയ്ക്കുക, അതായത് മൂന്നാമത്തെ പദം കുറയ്ക്കുക. ആൻസർ 1. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ശ്രേണിയിൽ ഏതൊരു പദം എടുത്ത് തൊട്ട് മുൻപത്തെ പദം കുറയ്ക്കുമ്പോഴും നമുക്ക് ഒരേ സംഖ്യയാണോ ഇവിടെ കിട്ടുന്നത്? ആണോ? അല്ലല്ലോ. ഇവിടെ രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറച്ചപ്പം 1 കിട്ടിയത്. എന്നാൽ മൂന്നാമത്തെ പദത്തിൽ നിന്നും രണ്ടാമത്തെ പദം കുറച്ചപ്പോൾ കിട്ടിയത് 2. വീണ്ടും നാലാമത്തെ പദത്തിൽ നിന്നും മൂന്നാമത്തെ പദം കുറച്ചപ്പോൾ 1 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് പൊതുവ്യത്യാസമുണ്ടോ? ഒരേ സംഖ്യ തന്നെയാണോ നമുക്ക് കിട്ടുന്നത്? അല്ലല്ലോ. ഇവിടെ 2 കിട്ടി, ആദ്യം 1 കിട്ടി, ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ അതിനർത്ഥം ഈ ഒരു ശ്രേണിക്ക് പൊതുവ്യത്യാസമുണ്ടോ? ഇല്ല, ഈ ഒരു ശ്രേണിക്ക് പൊതുവ്യത്യാസമില്ല. പൊതുവ്യത്യാസമില്ലാത്തതിനെ കൊണ്ട് തന്നെ ഈ ഒരു ശ്രേണി എന്തല്ല, സമാന്തര ശ്രേണിയല്ല എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ?
സോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ശ്രേണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ കൊടുത്തിട്ടുള്ള ശ്രേണികളൊക്കെ സമാന്തര ശ്രേണികളാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സമാന്തര ശ്രേണികളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ശ്രേണിയുടെ പൊതുവ്യത്യാസം, അതുപോലെ ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം ഇതെന്താണെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തു വന്ന സെയിം മെത്തേഡില്ലേ, ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളത്, നിങ്ങൾക്കൊന്ന് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു.